നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ന്യൂസുകളൊക്കെ കേൾക്കുന്ന ഒരേ ഒരു വാർത്ത മാത്രമേ ഉള്ളൂ, പാമ്പ് കടി ഏറ്റ് കുഞ്ഞു കുട്ടികൾ മരിക്കുന്നു എന്നത്. അത് വളരെയധികം നമുക്ക് എല്ലാവർക്കും വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ വീണ് മരിക്കുകയോ അല്ലെങ്കിൽ മെഡിസിൻസിൻ്റെ ഓവർഡോസ് കൊണ്ട് മരിക്കുകയോ ഒന്നുമല്ല. അപ്പോൾ ഈ പാമ്പ് കടിയേറ്റ് മരിക്കുക എന്ന് പറയുമ്പോൾ അതിപ്പോൾ എന്താ പറയുക, ഉടനീളം കുഞ്ഞുങ്ങളെ മാത്രമല്ല അഡൽട്ടോ ആയിക്കോട്ടെ, ഉടനീളം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. അപ്പോൾ നമുക്ക് ഈ സ്നേക്ക് ബൈറ്റിൽ നിന്ന് എങ്ങനെയൊക്കെ നമുക്കൊന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുള്ള വീടുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാനൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ ചൂട് കാലത്താണ് കൂടുതലായിട്ടും പാമ്പുകൾ വരുന്നതും. അവർക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തണുപ്പ് സ്ഥലങ്ങൾ നോക്കിയിട്ടാണ് പാമ്പുകൾ കൂടുതലായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ചൂടുകാലം വളരെ ബുദ്ധിമുട്ടാണ് കുഞ്ഞു കുട്ടികൾക്ക് വരെ ഈ ചൂടുകാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഒന്നാണ് നമ്മുടെ വീടിലെ ചുറ്റുപാടും വൃത്തിയില്ലായ്കയായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിലും ആ സ്ഥലങ്ങളിൽ എലികൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതോടുകൂടി തന്നെ എലിയെ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പാമ്പുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ മിക്ക വീടുകളിലും പൂന്തോട്ടങ്ങൾ അതുപോലെ തന്നെ ചെടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ചെടികളൊക്കെ ഉണ്ടാവുന്ന സ്ഥലത്ത് എന്താ പറയുക, ക്രീപ്പേഴ്സ് പോലത്തുള്ള ചെടികളുണ്ട്, അതായത് ഈ പടർന്ന് വളരുന്ന ചെടികളൊക്കെ ഒത്തിരി നമുക്ക് കാണാം. അപ്പോൾ അങ്ങനത്തെ ചെടികളുള്ള വീടുകളുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. അടുത്തത് പൂന്തോട്ടം. നമുക്കറിയാം, ചൂടുകാലം ആയതുകൊണ്ട് തന്നെ 2 നേരം നമ്മൾ വെള്ളം ഒഴിക്കും അല്ലേ ചെടികൾക്കൊക്കെ. സോ തണുപ്പ് കിട്ടാനായിട്ട് ഈ ചെടിച്ചട്ടിയുടെ ഇടയിൽ അല്ലെങ്കിൽ ചെടിച്ചട്ടിയുടെ അടുത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ടും ഈ പാമ്പുകൾ കണ്ടുവരുന്നുണ്ട്. അടുത്തത് നമ്മൾ സന്ധ്യാസമയം, ചൂടുകാലമാണ്, സോ നമ്മൾ ജനലും വാതിലും ഒക്കെ തുറന്നിടാറുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും ജനലുകളും വാതിലുകളും ഒന്നും തുറന്നു ഇടാതിരിക്കുക. പറ്റുവാണെങ്കിൽ നമുക്ക് മാർക്കറ്റിംഗ് ഒക്കെ അവൈലബിൾ ആണ്, നെറ്റ് അല്ലേ. ആ നെറ്റ്, അങ്ങനത്തെ നെറ്റുകളെല്ലാം നമ്മൾ വീട്ടിൽ ജനലിലും വാതിലും ഒക്കെ ഘടിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തത് നമ്മുടെ ഷൂസ്. നിസ്സാരമാണ് നമ്മുടെ ഷൂസ് എന്ന് പറയുമ്പോൾ. മിക്കവരും വീടിനുള്ളിൽ ഷൂസ് ഇടാത്തവരാണ് അല്ലേ. അപ്പോൾ മിക്കവരും എന്നല്ല എല്ലാവരും നമ്മൾ പുറത്ത് ഷൂസ് ഇട്ടിട്ടാണ് അകത്ത് കയറുന്നത്. പിറ്റേ ദിവസം നമ്മൾ സെയിം അത് തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം, ഷൂസ് ഇടുന്നതിന് മുന്നേ ഷൂസിൻ്റെ അകത്ത് ഒക്കെ വൃത്തിയായിട്ട് നമ്മൾ പരിശോധിക്കുക എന്നുള്ളതാണ്. അടുത്തത് ഞാൻ പറയുന്നത് നമ്മുടെ കിച്ചണിലെ വർക്കിംഗ് ഏരിയ അല്ലേ. വർക്കിംഗ് ഏരിയ ഭാഗത്താണ് നമ്മൾ കൂടുതലും വിറക് അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മൾ കൂട്ടിയിടുന്നത്. അപ്പോൾ ഈ വിറകും അങ്ങനത്തെ സാധനങ്ങൾക്ക് ഇടയ്ക്ക് അല്ലെങ്കിൽ പഴയ പാത്രങ്ങളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രങ്ങളോ ഒക്കെ നമ്മൾ കൂട്ടിയിടാറുണ്ട് വർക്ക് ഏരിയ ആ ഭാഗത്ത് അല്ലേ. ഒരുമിച്ച് ചേർത്ത് വെക്കുന്നുണ്ട്, വെളിയിൽ കൊടുക്കാനായിട്ടായി എന്തിനോ ആയിക്കോട്ടെ. പക്ഷെ അതിൻ്റെ ഇടയിലും പാമ്പുകൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം, നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ബെഡ് നല്ല വൃത്തിയായിട്ട് കുടഞ്ഞ് നീറ്റായിട്ട് ഒതുക്കിയിട്ട് വേണം നമ്മൾ കിടക്കാനായിട്ട്. അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ വീടുകളിലെ തുണികളും ഒക്കെ അങ്ങനെ ക്ലംസി ആയിട്ട് കിടക്കും അല്ലെ. നമ്മൾക്ക് അടുക്കി വെക്കാനുള്ള സമയം അല്ലെങ്കിൽ അത് പറ്റിയെന്ന് വരില്ല. പ്രത്യേകിച്ചും കുട്ടികളുള്ള വീടുകളാണെങ്കിൽ വാരി വലിച്ചിടുക തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ടൈമുകളിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നല്ല നീറ്റായിട്ട് വേണം നമ്മൾ കുഞ്ഞുങ്ങളുടെ റൂംസും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്നും തുടയ്ക്കുക, എന്നും വൃത്തിയാക്കുക. അതുപോലെ തന്നെ ചെറിയ ഹോളുകളുണ്ടെങ്കിൽ, മെയിനായിട്ട് ഹോളുകൾ എന്ന് പറയാനായിട്ട് നമുക്ക് വാഷ്റൂമിൽ അകത്ത് ഹോളുണ്ടാവാം അല്ലെ, വെള്ളം പോകുന്ന സ്ഥലത്തായിട്ട്. അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റ് വാട്ടർ പോകുന്നിടത്തും ആ പൈപ്പും ചില വീടുകളിലാണെങ്കിൽ ഓപ്പൺ ആയിരിക്കും അല്ലേ. പറ്റുവാണെങ്കിൽ ആ പൈപ്പ് നെറ്റൊക്കെ വെച്ച് ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ വാഷ്റൂമിനകത്തും. അപ്പോൾ ഇത്രയും ഒരു കാര്യങ്ങൾ, ഒരു ജനറൽ അവയർനെസ് ആയിട്ടാണ് ഞാൻ തന്നത്. ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി ചില അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, നിങ്ങൾക്കറിയാം, സർപ്പ ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, അത് എല്ലാവരുടെയും ഫോണിൽ പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു സർപ്പ ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ആധികാരികമായിട്ടൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അത് വളരെ യൂസ്ഫുള്ളും ആണ്. അപ്പോൾ നമുക്കിപ്പോൾ തോന്നുന്നു എന്തിനാണെന്നുള്ളത് തോന്നും, പക്ഷേ അത് നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്ത് ഇടുക. അതിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും.
പാമ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ പാമ്പ് കടി ഏറ്റാൽ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആ ആപ്പിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ പാമ്പ് കടി ഏറ്റ് നമുക്ക് ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നുള്ളതും ആ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് വിത്ത് ഫോൺ നമ്പർ എല്ലാം ആ ആപ്ലിക്കേഷനിലുണ്ട്. അത് നമുക്ക് നമുക്ക് പ്രയോജനപ്പെടില്ല എന്ന് ഓർത്ത് ആരും അത് ഡൗൺലോഡ് ചെയ്യാണ്ടിരിക്കരുത്. ചിലപ്പോൾ അത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെട്ടേക്കാം. സോ നിങ്ങൾ ആ ആപ്പും കൂടി നിങ്ങളുടെ ഫോണുകളിൽ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും മാത്രം വളരെ കുറച്ച് കാര്യങ്ങളാണ് ഞാനൊരു സ്നേക്ക് ബൈറ്റിനെ പറ്റിയിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞതും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്.